ആയത്തുൽ കുർസിയിൻ്റെ റിയാളയെക്കുറിച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആയത്തുൽ കുർസി അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആയത്തുൽ കുർസി ഒരു പ്രത്യേക രൂപത്തിൽ ഓതിയിട്ട് അത് ആത്മാർത്ഥമായി എഴുതി അത് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്ത് ഏതു മാരക രോഗമുള്ള രോഗിക്ക് അത് 3 നാൾ കുടിപ്പിക്കുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടും കുടിപ്പിക്കണം. അത് എത്ര വലിയ മാരകമായ രോഗങ്ങളാണെങ്കിലും ബിഇദ്നില്ലാഹി തആല ഷിഫയാകുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ അതിൻ്റെ രഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്കതിൽ നിന്ന് ഒരുപാട് അറിവുകൾ സമ്പാദിക്കാൻ സാധിക്കും. ആയത്തുൽ കുർസിൻ്റെ നിരവധി അമലുകളുണ്ട്. അതൊക്കെ ഓരോന്നും ആയത്തുൽ കുർസി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. അതൊക്കെ ഓരോന്നും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വിഷയങ്ങൾക്കും നമ്മൾ തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല ഫലം ലഭിക്കുന്ന അതിവിശിഷ്ടമായ ചില അമലുകളൊക്കെ ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പലതവണ പലതും പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം. പലരും സ്ഥലമൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷം വിളിക്കാതെ വരുമ്പോൾ നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്രയും ആളുകൾ വരുമ്പോൾ നമ്മളൊരു നിശ്ചിത എണ്ണം ആളുകളെ മാത്രം നോക്കിയാലാണ് നമുക്ക് ബാക്കിയുള്ള ആളുകളിലേക്ക് ബാക്കിയുള്ള പ്രോഗ്രാമുകളിലേക്കൊക്കെ ഇരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ലിസ്റ്റിൽ ഓരോ ഞായറാഴ്ചയും ബുക്ക് ചെയ്യുമ്പോൾ ആരുടെയൊക്കെ പേരാണുള്ളത് അവരെ നമ്മൾ നോക്കുള്ളൂ. നിങ്ങളൊരു ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്തു, അത് ഈ ചൊവ്വാഴ്ച വരാതെ സ്ഥലം അറിഞ്ഞതിൻ്റെ പേരിൽ പിറ്റത്തെ ചൊവ്വാഴ്ച വന്നാൽ ആ ലിസ്റ്റിൽ നിങ്ങൾ പേരുണ്ടാവില്ല. ഓരോ ചൊവ്വാഴ്ചത്തേക്കും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച 10 മണിക്കാണ് വിളിക്കേണ്ടതെന്നുള്ള അറിയിക്കണം. ആയത്തുൽ കുർസി നമുക്കൊക്കെ അറിയാം, വലിയ ഫലം നൽകുന്ന അത്ഭുതങ്ങളുടെ കലവറയാണ് ആയത്തുൽ കുർസി. ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. അത് അതിമഹത്തായ ആയത്താണ്. നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അതുകൊണ്ട് നല്ല ഫലം ലഭിക്കും. ആയത്തുൽ കുർസീൻ്റെ റിയാള വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലുണ്ട്. അതൊക്കെ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ആയത്തുൽ കുർസീൻ്റെ റിയാളൊക്കെ പൂർത്തിയാക്കി വീട്ടുമ്പോൾ നല്ല രൂപത്തിൽ ചെറിയ ചെറിയ റിയാദുകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ട് വലിയ വലിയ റിയാദുകളിലേക്കൊക്കെ വരുന്നതായിരിക്കും നന്നാവുക. ആയത്തുൽ കുർസീൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ഇമാമുകൾ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ കുർസിയിലെ അക്ഷരങ്ങൾ ആകെ 170 അക്ഷരങ്ങളാണ് ആയത്തുൽ കുർസിയിലുള്ളത്. അതൊന്നും ആരും മറക്കരുത്. താഴെ ആരെങ്കിലും ഒരാൾ എഴുതി വയ്ക്കുക, ആയത്തുൽ കുർസിയിൽ 170 അക്ഷരങ്ങളുണ്ട് എന്നുള്ളത്. ആരെങ്കിലും ഒന്ന് താഴെ എഴുതണേ. ഇത് കേൾക്കുന്നവരൊക്കെ ഒന്ന് എഴുതണം, എന്നാൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കും. ആയത്തുൽ കുർസിയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 170 അക്ഷരങ്ങളാണ് ആയത്തുൽ കുർസിയിലുള്ളത്. 170 അക്ഷരങ്ങൾ. ഒരാൾ 170 തവണ ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്ക് അല്ലാഹു ആഗ്രഹിക്കുന്ന പദവി നൽകുന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മിലേക്ക് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് ആത്മാർത്ഥമായിട്ട് ഒരു ഫ്രീ കിട്ടുന്നൊരു സമയത്തിരുന്ന് ആ സമയത്ത് ആത്മാർത്ഥമായി ചൊല്ലുക, അതിന് ബാക്കിയുള്ളത് മറ്റൊരു സമയത്തിരുന്ന് ചൊല്ലുക. അങ്ങനെ 170 തവണ പൂർത്തിയാക്കി വീട്ടി നോക്കൂ. ഈ ആയത്തുൽ കുർസീൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയതാണ് ചൊല്ലാനുള്ളത്. എന്നാൽ മഹാന്മാരൊക്കെ ചൊല്ലിയിരുന്നതും ചെയ്തിരുന്നതൊക്കെ എങ്ങനെയെന്നറിയോ? അതൊക്കെ വലിയ വലിയ റിയാദുകളാണ് അവരൊക്കെ വീട്ടിയിരുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ സമയമുണ്ടെങ്കിൽ ആ വിഷയത്തിലേക്ക് വരാം. അവരൊക്കെ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അവർ കഠിനമായ റിയാദുകളിലാണ്. ആത്മാർത്ഥമായിട്ട് അവരുടെ സമയമൊക്കെ അങ്ങനെ ചെലവഴിച്ച് ഒരുപാട് പഥ്യങ്ങളൊക്കെ പാലിച്ചുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് വരാം. നമുക്ക് കുറച്ച് അമലുകൾ പറയാം. അപ്പോൾ 170 തവണ അവന് ഇത് ആഗ്രഹിച്ച് ചെയ്താൽ, ഒരു കാര്യം ആഗ്രഹിച്ച് ചെയ്താൽ ആ കാര്യം നേടിയെടുക്കാൻ പറ്റും. അതൊരു ജോലിയാവട്ടെ, എന്ത് വിഷയങ്ങളാവട്ടെ. നമ്മുടെ മഈഷത്ത്, നമുക്ക് നിത്യച്ചെലവിനുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ നിത്യച്ചെലവിനുള്ള അത്യാവശ്യം നമുക്ക് നമ്മുടെ മഈഷത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ 170 തവണ പാരായണം ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കും. അതേപോലെ തന്നെ കടം വീടാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയത്തുൽ കുർസീൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് 170 തവണ ആത്മാർത്ഥമായിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ തവണ ഇങ്ങനെ ആത്മാർത്ഥമായി ചെയ്തു നോക്കുക. ജയിലിലൊക്കെ അകപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ മോചനത്തിനൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ചെയ്തു നോക്കുക. ശത്രുവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ
വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് നല്ല ഫലം ലഭിക്കും. പക്ഷെ അതെങ്ങനെയായിരിക്കണം? വുളുവോട് കൂടെ ചെയ്യണം. നിസ്കാരത്തിന് ശേഷം ഓതിയാൽ പെട്ടെന്ന് ഫലം കാണും. ആ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വരിക. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആക്ക് ഇജാബത്ത് കിട്ടുന്നൊരു സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ നമ്മുടെ ദുആഇനെ എപ്പോഴും സ്വീകരിക്കും, തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതെന്താ? ഉദ്ഉനി അസ്തജിബ് ലക്കുന്ന, നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ നൽകുന്നതിന് പ്രയോറിറ്റി ഉണ്ട്. ചില സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതിൽ പെട്ട സമയങ്ങൾ ഇങ്ങനെ മഹാന്മാർ എണ്ണിയെടുത്ത് പറഞ്ഞതാണ് എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും പിറകെ ഉടനെ നമ്മൾ ചെയ്യുന്നതിന്. അപ്പോൾ നമ്മൾ ആയത്തുൽ കുർസി ഫർള് നിസ്കാരങ്ങൾക്ക് ഉടനെ ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ ഫലം കാണും. അതേപോലെ തന്നെ യാത്രിയുടെ അന്ത്യയാമങ്ങൾ, പാതിരാത്രിക്ക് ശേഷമുള്ള സമയം, അത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണല്ലേ, ആ സമയത്ത് നമ്മൾ ചെയ്യാം. അതേപോലെ തന്നെ വുളുവോട് കൂടെയുള്ള സമയത്ത് ചെയ്യാം. ഖിബിലക്ക് മുന്നിട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ചില നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിൽ വെച്ച് ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ. നല്ല റിസൾട്ട് അത് കാരണമായിട്ട് നമുക്ക് ലഭിക്കും. ഇപ്പം നമ്മുടെ മക്കൾ പറയുന്നു, ഉമ്മ എൻ്റെ അല്ലെങ്കിൽ ഉപ്പ എനിക്കിന്ന് ഇൻ്റർവ്യൂ ഉണ്ട്, ഉമ്മ പ്രത്യേകം ദുആ ചെയ്യണം, അല്ലെങ്കിൽ ആ വിവരം നമ്മെ വിളിച്ചറിയിക്കുന്നു, ഇങ്ങനെ ഒരു പ്രയാസത്തിൽ പെട്ടു എന്നറിയിക്കുന്നു. നമ്മളുടനെ എന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ അതിൽ പതറാതെ റബ്ബിൽ തവക്കുലാക്കുക. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു എന്നല്ലേ, അള്ളാഹുവിൽ തവക്കുലാക്കിയ പിന്നെ അത് മതിയല്ലോ. അങ്ങനെ അള്ളാഹുവിൽ തവക്കുലാക്കുക. നമ്മൾ രാത്രി എഴുന്നേൽക്കുന്നു, നേരത്തെ കിടക്കുന്നു, ഇശാ നിസ്കാരം കഴിഞ്ഞ് വേഗം ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്ന് നേരത്തെ ഉണരണം എന്നുള്ളതാണ്. പുതിയ കാലത്ത് അങ്ങനത്തെ ചിട്ടകളൊന്നും ആർക്കും ഉണ്ടാവില്ല. എന്നാലും പഴയകാല ആളുകളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളിലേക്ക് തന്നെ നോക്കൂ. നിങ്ങളുടെ മക്കളൊക്കെ നേരത്തെ ഉറങ്ങുന്ന ശീലമുള്ളവരാണോ? നിങ്ങളൊക്കെ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഉറക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ മക്കളൊക്കെ പുറത്ത് നിന്ന് വരുന്നത് തന്നെ 10:30 11 മണിയൊക്കെ ആയിരിക്കും വരുന്നത് തന്നെ. എന്നിട്ട് അവർ ഉറങ്ങാൻ തുടങ്ങുന്ന 1:30 2 മണിയൊക്കെ ആയിരിക്കും ഉറങ്ങാൻ തുടങ്ങുന്നത്. പിന്നെ അവർ ഉറങ്ങി എണീക്കുന്നത് രാവിലെ 8 9 മണിക്കൊക്കെ ആയിരിക്കും. സുബഹൊക്കെ കട്ടായിരിക്കും അധികം. അല്ലെങ്കിൽ സുബഹ് എണീറ്റ് നിസ്കരിച്ച് വീണ്ടും കിടക്കും. ഇത് പുതിയ കാലത്തെ ഒരു ശൈലിയിലേക്ക് അങ്ങനെ എത്തിപ്പോയി. അത് എല്ലാ ജീവിതശൈലിയൊക്കെ മാറിയതുകൊണ്ട് അങ്ങനെ എത്തിപ്പോയി. ശരിക്കും നമ്മൾ ആരോഗ്യകരമായ ജീവിതത്തിന് 6-7 മണിക്കൂർ നമ്മൾ നിർബന്ധമായിട്ട് ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. നല്ല ഭക്ഷണശീലങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ പറയുന്നത് നേരത്തെ കിടന്നുറങ്ങുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ മക്കൾ പറയുമ്പോൾ വളരെ നേരത്തെ കിടന്നുറങ്ങുക. എന്നിട്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളാകുമ്പോൾ ഒന്ന് എഴുന്നേൽക്കുക. എഴുന്നേറ്റ് നല്ല തണുപ്പുള്ള സമയമായിരിക്കും, വുളു എടുക്കുക, ഖിബിലക്ക് മുന്നിടുക, ഒരു മുസല്ല വലിച്ചിടുക ഖിബിലയിലേക്ക്, ആത്മാർത്ഥമായിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. നിസ്കാരത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ നീ 170 തവണ ആയത്തുൽ കുർസി ആത്മാർത്ഥമായി ഓത്. എന്നിട്ട് നിൻ്റെ റബ്ബിനോട് നീയും നിൻ്റെ റബ്ബും മാത്രം അറിയുന്ന സമയമാണത്. പക്ഷികളെല്ലാം കൂടണഞ്ഞ ശേഷം, മൃഗങ്ങളെല്ലാം അവരുടെ കൂട്ടുകളിലേക്ക് എത്തിയ ശേഷം, മനുഷ്യരെല്ലാം കരിമ്പടം പുതച്ച് ഈ തണുപ്പിലും മൂടിപ്പുതച്ചുറങ്ങുന്ന സമയത്ത് ഒരു സൂചി നിലത്ത് വീണാൽ കേൾക്കുന്ന മൂകതയും നിശബ്ദതയുമാണ്. ആ സമയത്ത് നീ നിൻ്റെ റബ്ബും നീയും മാത്രം അറിയുന്ന സമയമാണ്. വേറെ ആരും കാണാനില്ല. ആ ഇരുൾ മുറ്റിയ രാത്രിയിലിരുന്ന് നീ നിൻ്റെ നിറകണ്ണുകളോടുകൂടെ വിറയാർന്ന കരങ്ങൾ, നിറയാർന്ന കണ്ണുകൾ റബ്ബിൻ്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി നീ ചെയ്യുന്ന ദുആ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. പ്രത്യേകിച്ച് ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അതൊക്കെ പാലിക്കണം. പാതിരാക്കായിരിക്കണം, വുളുവോട് കൂടെയായിരിക്കണം, നിസ്കാരത്തിന് ശേഷമായിരിക്കണം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് നീ അള്ളാഹുവിനോട് നിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു നോക്കൂ. വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആയത്തുൽ കുർസി ഖിബിലക്ക് മുന്നിട്ട് ഓതണമെന്ന് പറഞ്ഞല്ലോ. ആയത്തുൽ കുർസി നമ്മൾ വെച്ച് ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷഫാഅത്ത്, ആയത്തുൽ കുർസി ഓതിയാൽ നമുക്ക് ഷഫാഅത്ത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിലെ ആയത്തുൽ കുർസിയിലെ പദങ്ങൾ 50 50 വേർഡ്സ് ആണ് അതിലുള്ളത്, 50 പദങ്ങൾ. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി 50 തവണ പാരായണം ചെയ്യാം. ആയത്തുൽ കുർസി 50 തവണ പാരായണം ചെയ്താൽ, അങ്ങനെ 50 തവണ പാരായണം ചെയ്താൽ പൈശാചികമായ വിഷയങ്ങളിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ്. നമ്മളൊരു സ്ഥലം വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, നമ്മുടെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത്തരം നിയ്യത്തുകൾക്ക് ഈ ഒരു എണ്ണം ഉപയോഗപ്പെടുത്താവുന്നതാണ്, 50 തവണ എന്നുള്ളത്.
എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ഒരു 50 തവണ ഓതുന്ന ആ എണ്ണം പതിവാക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 2 പോയിന്റ് ഇവിടെ പറഞ്ഞു. ഏതൊക്കെ? ഒന്ന്, ആയത്തുൽ കുർസിയിലെ അക്ഷരങ്ങൾ 170 ആണെന്ന് പറഞ്ഞു. ആയത്തുൽ കുർസിയിലെ വാക്കുകൾ 50 ആണെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ താഴെ ആരെങ്കിലും എഴുതി അറിയിക്കണമെങ്കിൽ ഈ കേൾക്കുന്നതിന് പുറമെ ഇതിങ്ങനെ കമൻ്റൊക്കെ വായിച്ചു വെക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ? നിങ്ങളും അതേപോലെ കുറേ വായിച്ചു വെക്കുന്നുണ്ടാവും. അപ്പോൾ പലരുടെയും വിഷമങ്ങളൊക്കെ കാണുമ്പോൾ ഒക്കെ ദുആയിൽ ഉൾപ്പെടുത്തണേ. അപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അവരിതിങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് വലിയ നേട്ടമുണ്ട് അല്ലേ? അങ്ങനെ ചെയ്തു നോക്കുക, എഴുതി വെക്കുക. ആയത്തുൽ കുർസിൻ്റെ അക്ഷരങ്ങൾ 170 ആണ്, ആയത്തുൽ കുർസിയിലെ പദങ്ങൾ 50 ആണെന്നുള്ളത്. ആയത്തുൽ കുർസി എത്ര ആവർത്തിച്ച് ഓതുന്നതിനും വിരോധമില്ല. പക്ഷേ അത് ആവർത്തിച്ചോതിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആയത്തുൽ കുർസി ചില അക്ഷരങ്ങളും പദങ്ങളും അതിലെ ചില സെൻറ്റൻസുകളൊക്കെ ഉൾക്കൊള്ളുന്ന അതിൻ്റെ അക്ഷരങ്ങൾ ആകെ 170 ആണെന്ന് പറഞ്ഞു. 170 തവണ ഓതിയാൽ പിന്നെ അയാൾക്കൊരിക്കലും ഒരു വിഷമം നേരിടില്ല എന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ കുർസി 170 തവണ ഓതുന്ന ഒരാൾക്കൊരു വിഷമം നേരിടില്ല. ഈ ഒരു സംഖ്യകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. മറ്റൊരാൾക്കും അവനെ ദ്രോഹിക്കാൻ കഴിയൂല, ഒരു തരത്തിൽ അവനെ ആക്രമിക്കാൻ കഴിയില്ല. ഭൗതികമായും പാരത്രികമായും അവന് സുരക്ഷിതനായിരിക്കും. പൈശാചികമായ ദ്രോഹങ്ങളോ അധികാരികളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അവൻക്ക് അനുഭവിക്കേണ്ടി വരില്ല. ആയുഷ്കാലം മുഴുവൻ അയാൾക്ക് ഈ സുരക്ഷിതത്വം ഉണ്ടാകും. ഈ എണ്ണം നിത്യേന ചൊല്ലലിനെ പതിവാക്കിയാൽ ലഭിക്കുന്ന വലിയ നേട്ടങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, സമയമുള്ള ആളുകളൊക്കെ ഇപ്പോൾ ആയത്തുൽ കുർസി ഒരാൾ 170 തവണ ഓതുക എന്ന് പറഞ്ഞാൽ 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം അത് ഓതുകയാണെന്നുണ്ടെങ്കിൽ 170 തവണ 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതുകയാണെന്നുണ്ടെങ്കിൽ ഒരു 34 തവണ ഒരു നിസ്കാരത്തിന് ശേഷം ഓതിയാൽ മതി. ഒരു 34 തവണ. എന്നാൽ 5 വഖത്ത് ഫർള് നിസ്കാരങ്ങളെ കൊണ്ട് 170 തവണ അവനക്ക് ഓതാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് കൂടുതൽ ചൊല്ലുക. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ആയത്തുൽ കുർസി 170 തവണ ഓതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ ഗുണങ്ങൾ ലഭിക്കും. ഗുണങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൻ്റെയൊക്കെ ഹാദിമീങ്ങൾ ഉണ്ടാവും. ആ ഹാദിമീങ്ങളുടെ ഒരു ഖിദ്മത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാവും. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. നമുക്ക് ഓരോ ഇസ്മിൻ്റെയും ഓരോ ആയത്തുകളുടെയും ഓരോ സൂറത്തുകളുടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അവരുടെ ഖാദിമീങ്ങളുടെ ഒരു ഹെൽപ്പ്, ഖിദ്മത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാൻ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ചില അഭൗതികമായ ചില കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ കീഴ്പ്പെട്ട് കിട്ടാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അതിനൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. ആയത്തുൽ കുർസീൻ്റെ ചില മഹത്വങ്ങൾ പറഞ്ഞ് സമയമുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഈ 170 എന്നുള്ളത് രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് ചൊല്ലുക. ആളുകളുടെ ശബ്ദം ഉണ്ടാകാൻ പാടില്ല, വിജനമായ സ്ഥലത്തായിരിക്കണം, ശുദ്ധമായ സ്ഥലത്തായിരിക്കണം. അങ്ങനെ അയാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് എന്തോ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് ആയത്തുൽ കുർസിയെ. ഇനി കൂടുതൽ സമയമുള്ള ആളുകളുണ്ട്. ചില വീട്ടിലൊക്കെ ചിലപ്പോൾ മക്കളൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ഫ്രീ ടൈം ഉണ്ടാവും. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലൊക്കെ ഫ്രീ ടൈം ഒരുപാടുള്ള ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്ക് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമോ ഏതെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ പതിവായിട്ട് ഈ ഒരു എണ്ണം 170 എന്നുള്ളത് ഇങ്ങനെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉപരിലോകത്തും അധോലോകത്തുമുള്ള റൂഹാനികളൊക്കെ അയാൾ അനുസരിക്കുന്ന രൂപത്തിലേക്കെത്തും. അവരുടെ വാക്കുകളിലും പ്രവർത്തികളിലൊക്കെ എപ്പോഴും എല്ലാവർക്കും വേണ്ടപ്പെട്ട സ്വീകാര്യനായ നല്ലൊരു ഇസ്സത്തുള്ള ജീവിതം അവന് കൈവരിക്കാൻ സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്ന വ്യത്യസ്തങ്ങളായ അമലുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ, ആയത്തുൽ കുർസി എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറാനുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ട്, ഒന്നും കാര്യങ്ങൾ നടന്നിട്ടുന്നില്ല, ഒക്കെ തടസ്സങ്ങളാണ്. അത്തരം സംഗതികളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? യാ കാഫി യാ വനിയു യാ ഫത്താഹു യാ റസാഖ് എന്ന് 3000 തവണ ചൊല്ലണം. ആയത്തുൽ കുർസി 170 തവണ ചൊല്ലിയ ശേഷം നോക്കൂ, ഇതൊരു നല്ലൊരു അമലായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. എവിടെയെങ്കിലും സമയം ഉണ്ടാകുമ്പോൾ ചെയ്താൽ മതി. ഈ 3000 എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് തീരുണ്ടാ. നമ്മൾ പണ്ട് കുറേ എണ്ണ ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ട് വളരെ പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഈ നാരിയത്തു സ്വലാത്തൊക്കെ 4444 തവണ ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കി ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ? ഇപ്പോഴും പല നാടുകളിൽ അങ്ങനെയുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് നാരിയത്തു സ്വലാത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ ഒരു ബോട്ടിൽ കുറച്ച്
സീഡ്സ്, വിത്തുകൾ, കുരുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എനിക്കത് ആദ്യ അനുഭവമാണ്. ഞാനതിങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ആ പ്രാദേശികമായി അവിടെയുള്ള ആളുകൾ പറഞ്ഞത്, ഇവിടത്തെയൊക്കെ ഒരു പതിവ് ഇങ്ങനെയാണ്, ഈ ഒരു ഇത് കൊണ്ടുവരും. അപ്പോൾ അതിൽ കൃത്യം 4444 മണികളുണ്ടാകും, കുരുകളുണ്ടാകും, മുത്തുകളുണ്ടാകും. അതിങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കും കയ്യിലിങ്ങനെ. അപ്പോൾ ഒരു പിടി ഇങ്ങനെ എടുത്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിലൊരു പിടി അങ്ങനെ കിട്ടും, അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലൊരു പിടി കിട്ടും. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതിങ്ങനെ ചൊല്ലിയിട്ട് അവരവരുടെ മുമ്പിലുള്ള ഒരു പാത്രത്തിലോ എന്തെങ്കിലുമൊക്കെ ഇതിങ്ങനെ ചൊല്ലി, അപ്പോൾ ഒരു നാരിത്തു സ്വലാത്ത് ചൊല്ലിയാൽ ഒരു വിത്ത് അതിലങ്ങിടും, ഒരു മുത്ത് അതിലിടും. പിന്നെ അടുത്ത് ചൊല്ലിയാൽ വീണ്ടും ഇടും. അങ്ങനെ ഇട്ടിട്ട് ഈ മുത്ത് മുഴുവൻ തീരുമ്പോൾ 4444 നാരിയത്തു സ്വലാത്ത് പൂർണ്ണമാകും. ഇങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണേ. ചില നാടുകളിലൊക്കെ പഴമയുടെ തനിമയിലൂടെ പോകുന്ന ചില പ്രദേശങ്ങളിലൊക്കെ ഇതുണ്ടായേക്കാം. എനിക്കൊരു പുതിയ അനുഭവം ആയതുകൊണ്ട് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ 4444 നാരിയത്തു സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് പഴയ കാലം മുതലേ ചൊല്ലി വരുന്നതല്ലേ, നല്ല ഫലതുകാരനായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അതേപോലെ നമുക്ക് ചെയ്യാവുന്ന ആയത്തുൽ കുർസി 170 തവണ ഓതുക. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ, മക്കൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നറിയുമ്പോൾ, ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്നറിയുമ്പോൾ, പെട്ടെന്ന് നമ്മൾ പറയുമല്ലോ, ഒരു നാരിയത്തു സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കുമെന്ന് പറയുമല്ലോ, അതേപോലെയൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു അമലാണ് യഥാർത്ഥത്തിൽ ഇത്. നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ. 170 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. എല്ലാവരും കൂടി കൂടിയിട്ട് ചെയ്താൽ മതി. ഒരു വിഷയത്തിന് വേണ്ടി, എല്ലാവരും കൂടി ചൊല്ലേണ്ട ഒരു വിഷയത്തിന് വേണ്ടി അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് യാ കാഫി, യാ വനിയു, യാ ഫത്താഹു, യാ റസാഖ്, അത് 3000 തവണ ചെല്ലുക. അതിങ്ങനെ ഒരു കുടുംബത്തിലൊരാൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സംഖ്യ ഏറ്റെടുക്കുക. 3000 ഒരു 15 ആൾക്കാരുണ്ടെന്ന് വെക്കുക. ഒരു 15 ആൾക്കാരുണ്ടെന്ന് സങ്കല്പിക്കുക. 15 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 3000 ചെല്ലണമെങ്കിൽ ഒരാളൊരു 200 ചെല്ലിയാൽ മതി. 30 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളൊരു 100 ചെല്ലിയാൽ മതി. അപ്പം അങ്ങനെ ഇതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. അതൊരു വീട്ടിലെ കാര്യപ്പെട്ട ഏതെങ്കിലും ഒരു പ്രായമുള്ള ഉമ്മയോ അല്ലെങ്കിൽ കാരണവർ ആരെങ്കിലും ഒരാൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട്, നീ ഇത്ര തവണ ആയത്തുൽ കുർസി ഓതണം, ഇത്ര തവണ ഈ ഒരു യാ കാഫി, യാ വനിയു, യാ ഫത്താഹു, യാ റസാഖ് എന്ന് പറയുന്ന ആ ഒരു ഇസ്മുകളും കൂടെ കൂട്ടിയിട്ട് ചൊല്ലണം എന്ന് പറഞ്ഞാൽ അവരത് ചൊല്ലും. വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലി അങ്ങ് ദുആ ചെയ്ത് നോക്ക്. ആ ദുആ സ്വീകരിക്കും എന്നുള്ളതാണ്. ഒരുപാട് വിഷയങ്ങൾക്കത് കാരണമാകും. സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകും. പലപ്പോഴും പറയലുണ്ട്, ഉസ്താദ് അടുത്ത ആഴ്ചയാണ് ജപ്തിയുടെ നടപടിക്രമങ്ങൾ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കലുണ്ട് പലപ്പോഴും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഫലം ലഭിക്കാൻ അത് കാരണമാകും. അള്ളാഹു നമുക്ക് അതായത് അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കിടക്കുന്ന ചില വിഷയങ്ങളുണ്ടാവുമല്ലോ, അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. സമ്പന്നനാകാൻ കാരണമാകും, സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാൻ കാരണമാകും. ആയത്തുൽ കുർസി 170 തവണ ചൊല്ലിയിട്ട് ഉദ്ദേശിക്കപ്പെട്ടവരുടെ സ്നേഹം ലഭിക്കാൻ, സ്നേഹം കിട്ടേണ്ടവരുടെ ഭാഗത്ത് നിന്ന് സ്നേഹം ലഭിക്കാൻ, ഭക്ഷണ വിശാലതയുണ്ടാകാൻ, മുറാദുകൾ ഹാസിലാകാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ ഫലം ലഭിക്കും. അസൂയാലുക്കൾ, ശത്രുക്കൾ, ഇവരുടെ ദോഷങ്ങളെ തൊട്ടൊക്കെ രക്ഷ ലഭിക്കാൻ വളരെയധികം ഫലം ലഭിക്കും എന്നുള്ളതാണ്. ഇനി ആയത്തുൽ കുർസി ഓതി ഇഷ്ടപ്പെട്ട് എന്ത് ചോദിച്ചാലും ഉടനെ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞില്ലേ. ഇതിപ്പോൾ 170 തവണ ആയത്തുൽ കുർസിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമാണ്. 50 എന്നുള്ളത് ആയത്തുൽ കുർസിൻ്റെ വാക്കുകളുടെ എണ്ണമാണ്. ഇനി നോക്കൂ, 201 തവണ ആയത്തുൽ കുർസി ഓതിയിട്ട് നമ്മുടെ ഭൗതികവും പാരത്രികവുമായ ഏത് കാര്യം ചോദിച്ചാലും അത് ഉടനെ നിറവേറ്റി കിട്ടുന്നുള്ളതാണ്. അത് 313 തവണ ഓതിയാൽ അതിരുകളില്ലാത്ത സൗഭാഗ്യങ്ങൾ അവനുണ്ടാകും. അത് ദുനിയാവിലും ആഖിറത്തിലും അയാൾ ഉദ്ദേശിച്ചത് അയാൾക്ക് ലഭിക്കുന്നുള്ളതാണ്. അത് പതിവാക്കുന്ന കാലത്തോളം നന്മയുടെ കവാടങ്ങൾ തുറന്നു കിട്ടും. ഒരു ശത്രുവിനും അവനെ തോൽപ്പിക്കാൻ കഴിയൂല. അത്രമേൽ വലിയ ഗുണത്തിലേക്കും ഫലത്തിലേക്കും അവൻ എത്തിച്ചേരുമെന്നുള്ളതാണ്. ആയത്തുൽ കുർസി കൊണ്ട് ലഭിക്കുന്ന നിരവധി നേട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ചില നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. ഈ 313 എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, 313 എന്ന എണ്ണം പല രഹസ്യങ്ങളും അതിലുണ്ട്. അതിൽ അനേകം ഫലങ്ങളും അതിനുണ്ട്. അമ്പിയാക്കളിൽ നിന്നുള്ള മുർസലീങ്ങളുടെ എണ്ണം അത് 313. അതേപോലെ തന്നെ ത്വാലൂത്ത് രാജാവിൻ്റെ കൂട്ടുകാരുടെ എണ്ണവും അതാണ്. വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള ബദരീങ്ങളുടെ എണ്ണം അത് 313. അപ്പോൾ ഈ 313 എന്നുള്ള ഈ ഒരു സംഖ്യക്ക് വലിയ ബറക്കത്തുണ്ട്.
അത് ശരിക്കും ഒരു വിജയത്തിൻ്റെ ഒരു ആദതാണ്. നമ്മുടെ മജ്‌ലിസിലേക്കൊക്കെ പലപ്പോഴും നമ്മുടെ ദർസിൻ്റെ വിഷയങ്ങളിലേക്കും മജ്‌ലിസിലേക്കൊക്കെ പലപ്പോഴും സ്വതക്ക അയക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒരു 313 ഏറ്റെടുത്ത കുറേ ആളുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ദർസിൻ്റെ നിത്യചെലവിലേക്കൊക്കെ ഇത് കേൾക്കുന്നവരിൽ തന്നെ പലരും ഒന്ന് താഴെ എഴുതി അറിയിക്കണേ. ഏറ്റെടുത്തവരൊക്കെ 313 രൂപ, 1000 രൂപ, 2000 രൂപയൊക്കെ ആയിട്ട് പലപ്പോഴും നമ്മുടെ ദർസിലേക്ക് ഓരോ മാസത്തിലും 10-ാം തീയതിക്ക് നിത്യചെലവിലേക്ക് എല്ലാ മാസവും അയക്കുന്നവരുണ്ട്. സാമ്പത്തികമായിട്ട് അള്ളാഹു എന്തെങ്കിലും ഒന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഖ്യ, ഒരു ബർക്കത്തുള്ളൊരു സംഖ്യ എല്ലാ മാസവും 5-ാം തീയതിക്കോ 10-ാം തീയതിക്കുള്ളിലോ നൽകാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിസ്പ്ലേയിലൊക്കെ കാണുന്ന നമ്പറുണ്ട്, ഇതിൽ നമ്പറുണ്ട്, താഴെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഉണ്ട്, ഇതിലിടക്ക് സ്ക്രീൻ ഇങ്ങനെ കാണിക്കും, ഇതിൽ നമ്പർ കാണിക്കലുണ്ട്. ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മളൊരു പ്രത്യേക ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ദർസിനെ സഹായിക്കുന്നവർ മാത്രമുള്ള ഗ്രൂപ്പാണ്. അവരിങ്ങനെ മാസങ്ങളായിട്ട് നമുക്കിങ്ങനെ അയച്ചു തരാണ് നമ്മുടെ ദർസിൻ്റെ നിത്യചെലവിലേക്കും മുത്തഅല്ലിമീങ്ങളുടെ ആവശ്യങ്ങളിലേക്കൊക്കെ. ജീവിതത്തിൽ വലിയ ഉപകാരം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ 5 വഖത്ത് ഫർള് നിസ്കാരം നിസ്കരിക്കുന്ന, ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കരിക്കുന്ന, വിശുദ്ധ ഖുർആൻ കൈകൊണ്ടെടുത്ത് സുബഹിക്ക് ശേഷം എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്ന, ഇതൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ മുത്തഅല്ലിമീങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു മുത്തഅല്ലിം അലിഫ് എന്നൊരക്ഷരം പഠിക്കുന്നത് 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലാർഹമാണ്. ഒരു മുത്തഅല്ലിം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയാൽ ആ നാട്ടിലുള്ള, ആ മഹല്ലത്തിലുള്ള ഖബർസ്ഥാനിലെ ഓരോ ഖബറാളികളുടെ ശിക്ഷയും ലഘൂകരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഒരു മുത്തഅല്ലിം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ റഹ്മത്തിൻ്റെ മാലാകന്മാർ അവർക്ക് ചിറക് വിരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. നാട്ടിൽ MDMA LSD ലഹരിക്കൊക്കെ അടിമപ്പെട്ട് തോന്നിയതുപോലെ ജീവിക്കുന്ന, ഒരുമാതിരി മുടിയും തലയൊക്കെ ആക്കി ജീവിക്കുന്ന ആളുകളൊക്കെ അവരൊപ്പം ജീവിക്കേണ്ടവരാണ് അവരിൽ നിന്നും മാറിയിട്ട് അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ പഠിക്കുന്ന വഴിയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് അവരെ സഹായിച്ചാൽ വെറുതെ ആവില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ വലാ തകുൻ ഖാമിസ ഔ കമാ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഒന്നെങ്കിൽ ഒരു ആലിമാവുക, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാവുക, അല്ലെങ്കിൽ ഇൽമ പറയുന്നത് സാഗൂതം ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിരിക്കുക, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുക. വലാ തകുൻ ഖാമിസ, 5-മതായിട്ടൊരാളായി ഇനി മാറരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 5-ൽ ഏതെങ്കിലും ഒന്നിൽ, ഈ 4-ൽ ഏതെങ്കിലും ഒന്നിൽ പെടണം. ഒന്നുകിൽ ആലിമാവണം, നമുക്ക് ആലിമാവാൻ കഴിഞ്ഞോ? മുതഅല്ലിമാവണം, മുതഅല്ലിമാവാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ ഇൽമ കേൾക്കുന്നവനാകണം, അതിന് കഴിഞ്ഞോ? അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവരാകണം. ആ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ ഇതൊരു കാരണമാകും. അവരുടെയൊക്കെ ദുആയിൽ എപ്പോഴും ഉൾപ്പെടുത്താനും സാധിക്കും. അപ്പോൾ കഴിയുന്നവരതൊന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. നമ്മൾ അതിലേക്ക് വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ചില സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടില്ലെങ്കിൽ നിലച്ചു പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 313 സ്വഹാബാക്കൾ ബദറിൽ പങ്കെടുത്തവർക്ക് വലിയ വിജയം നൽകി. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഖ്യക്ക് വലിയ വിജയത്തിൻ്റെ സംഖ്യയാണ്. ഒരു 313 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മജ്‌ലിസിലേക്ക് ഒരാൾ 1313 ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദർസിലെ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും നൽകുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വെറുതെ, എനിക്ക് അവരുടെ രഹസ്യങ്ങളൊക്കെ അറിയായിരുന്നു, ഇങ്ങനെ ഇത് ഏറ്റെടുക്കാൻ കാരണം ഇങ്ങനെ ആയിരിക്കും. ഞാൻ 1313 പറഞ്ഞാൽ ഞാൻ 1001 റുപ്യ എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഉസ്താദ് 2ാമത് വോയിസ് അയച്ചപ്പോൾ ഒരു 313 കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു 313 കൂടി കൂട്ടാന്ന്. അങ്ങനെയാണ് 1313 എന്ന് പറഞ്ഞപ്പോൾ. ആ ഒരു നിയ്യത്ത് നിങ്ങൾ മനസ്സിലാക്കണം. നല്ല നിയ്യത്തോടു കൂടെ ഏറ്റെടുത്തവരാണ്. അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. പലരും അതിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത്. കമ്മിൻ ഫിഅത്തിൻ ഖലീല വലബത്ത് ഫിഅത്തൻ കസീറ. എത്ര കൊച്ചു സംഘങ്ങളാണെന്നറിയോ വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയതും അവരെ മികച്ചടക്കിയതും കൈയടക്കിയതൊക്കെ. അപ്പോൾ ഈ 313 വലിയ പവറുണ്ട്. 313 ആയത്തുൽ കുർസി ഓതുന്നതിനെ പതിവാക്കിയാലും നമുക്ക് വലിയ ഫലം ലഭിക്കുന്നുള്ളതാണ്. ആയത്തുൽ കുർസീൻ്റെ റിയാദകളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ കഠിനമായ റിയാദകൾ ചെയ്യുന്നവരുണ്ട്. ഒരു ദിവസം തന്നെ 1000 ആയത്തുൽ കുർസിയൊക്കെ ഓതിയിട്ട് ചില പത്യങ്ങളിലൂടെയൊക്കെ ആയത്തുൽ കുർസീൻ്റെ ഖാദിമീങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് അവരവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഒരശരീരി വഴി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഇനി നിനക്കെന്താ ആവശ്യങ്ങളുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട ഖാദിമീങ്ങൾ വന്ന് നിനക്കെന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നീ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഖാദിമീങ്ങളുടെ ഒരു പ്രത്യേക ഖിദ്മത്ത് വരെ നമുക്ക് ലഭിക്കാൻ കാരണമാകും അഭൗതികമായ കാരണങ്ങളിലൂടെ. പക്ഷേ നമ്മളിവിടെ അത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഡീപ്പായിട്ട് നമ്മൾ പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ
ഒരു ഷെയ്ഖിൻ്റെ സഹായമില്ലാതെ, ഒരു ഷെയ്ഖിൻ്റെ ഇജാസത്തില്ലാതെ നമ്മൾ ഇതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ വലിയ ദോഷങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാൻ അത് കാരണമാകുന്നുള്ളതാണ്. അപ്പോൾ അത്തരം ദോഷങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അമലുകളാണ് നമ്മൾ പലപ്പോഴും ഇതിൽ പറയാറുള്ളത്. ഇപ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഈമാനികമായിട്ട് അല്ലെങ്കിൽ അമലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ബലഹീനതയുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളൊക്കെ കണ്ട് പേടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ആയത്തുൽ കുർസീൻ്റെ വലിയ വലിയ റിയാദുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിജനമായ സ്ഥലത്തിരുന്നാണ് ചെയ്യുക. ഒരുപാട് പഥ്യങ്ങളുണ്ടാകും. ആ സമയത്ത് ആദ്യം നമുക്ക് നമ്മളിരിക്കുന്ന ഒരു കോർണറിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കും. ഒരു 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 ഞാൻ ചില ജീവികളുമായി ബന്ധപ്പെട്ട ശബ്ദം. അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കരുതെന്നാണ് നിർദ്ദേശം. അപ്പോൾ നമ്മൾ പേടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷെയ്ഖിൻ്റെ നിർദ്ദേശം വേണം, ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം വേണം. പിന്നെ രണ്ടാമത് നമ്മൾ വീണ്ടും ഈ ആയത്തുൽ കുർസി ഇങ്ങനെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തു നിന്ന് മറ്റൊരു ശബ്ദം കേൾക്കും. അപ്പോൾ നമ്മൾ പേടിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് പ്രത്യേക വർണ്ണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചില രൂപങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമുക്ക് മുമ്പിലേക്ക് ഒരു ശബ്ദം രൂപത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഖിദ്മത്തൊക്കെ ലഭിക്കുന്ന വലിയ വലിയ റിയാദകളുടെ രൂപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കൊക്കെ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു തെർബിയത്തില്ലാതെ, ഒരു പിടിവള്ളിയില്ലാതെ, ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം കൂടാതെയൊക്കെ ഇറങ്ങുമ്പോൾ അത് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കാൻ കാരണമാകും. അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താതെ. എന്നാൽ ഇതിൽ ഉൾപ്പെടുത്തുന്നതോ ചെറിയ റിയാദകളാണ്, ആർക്കും എപ്പോഴും ചെയ്തു തീർക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരം ചെറിയ വിഷയങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആയത്തുൽ കുർസിയിലെ അക്ഷരങ്ങൾ 170 170 തവണ ഓതിയാലുള്ള ഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ വാക്കുകൾ 50 അത് ഓതിയാലുള്ള ഫലങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷയങ്ങളിലൊക്കെ നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.